12. അരവിന്ദ ഘോഷ്. ജനനം 1872, മരണം 1950. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയും യോഗ്യവര്യനുമായ അരവിന്ദ ഘോഷ് 1872 ഓഗസ്റ്റ് 15 കൽക്കത്തയിലെ ഹുഗ്ലി കൊന്നഗറിൽ ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം നടത്തിയത് ബ്രിട്ടനിലാണ്. 21 വയസ്സുവരെ ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇംഗ്ലീഷുകാരുമായിട്ടായിരുന്നു സഹവാസം. അതിനാൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ മാതൃഭാഷയായ ബംഗാളി പഠിക്കാൻ ഒരു അധ്യാപകന്റെ സേവനം അദ്ദേഹത്തിന് ആവശ്യമായി വന്നു. ഇംഗ്ലീഷ് സാഹിത്യവും ചിന്തകളുമായി അദ്ദേഹത്തിന് ഇണങ്ങാൻ കഴിഞ്ഞെങ്കിലും ഇംഗ്ലണ്ടുമായി പൊരുത്തപ്പെടാനായില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്തു ത്യാഗവും സഹിച്ച് പ്രവർത്തിക്കാനായി അരവിന്ദന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ താമരയും കടാരയും എന്നൊരു രഹസ്യ സംഘടന രൂപീകൃതമായി. ഇംഗ്ലണ്ടിൽ വെച്ച് ലത്തീൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ നിരവധി കവിതകൾ അദ്ദേഹം എഴുതിയിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അരവിന്ദൻ 13 വർഷം ബറോഡ സർവീസിൽ ജോലി നോക്കി. ഈ കാലയളവിൽ സംസ്കൃതവും ബംഗാളിയും മറ്റ് ഇന്ത്യൻ ഭാഷകളും അഭ്യസിച്ചു. വേദങ്ങളും ഉപനിഷത്തും ഭഗവത്ഗീതയും മനുസ്മൃതിയും രാമായണവും മഹാഭാരതവും വിശ്വസാഹിത്യത്തിലെ അമൂല്യ കൃതികളും അദ്ദേഹം സ്വായത്തമാക്കി. ബംഗാൾ വിഭജനത്തെ തുടർന്ന് അരവിന്ദൻ സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. കൽക്കത്തയിലെ നാഷണൽ കോളേജിൽ ജോലി സ്വീകരിച്ച അദ്ദേഹം സ്വാതന്ത്ര്യ സമ്പാദനം ലക്ഷ്യം വെച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ യുഗാന്തർ എന്ന ബംഗാളി മാസികയും വന്ദേമാതരം എന്ന ഇംഗ്ലീഷ് പത്രവും തുടങ്ങി. 1908 മെയ്യിൽ അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദനെ അറസ്റ്റ് ചെയ്തു. 1 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കുറ്റക്കാരനല്ലെന്ന വിധി പ്രസ്താവനയോടെ പുറത്തുവന്ന അരവിന്ദൻ വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിൽ മുഴുകി. തന്റെ ദൗത്യം മറ്റു ചിലതാണെന്ന തോന്നലുളവായ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു. 1910 ഫ്രഞ്ച് അധീനത്തിലുള്ള പോണ്ടിച്ചേരിയിലേക്ക് പോയ അരവിന്ദൻ അവിടെ വെച്ച് ഗുരുസഹായമില്ലാതെ തന്നെ സ്വന്തം സാധനയിലൂടെ ആധ്യാത്മിക മണ്ഡലത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് ഉയർന്ന മഹായോഗിയായി. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ആരംഭിച്ച ആശ്രമം ലോക പ്രശസ്തി നേടി. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടദ്വൈതം തുടങ്ങിയവയെയും നവീന പരിണാമവാദത്തെയും അരവിന്ദൻ സമന്വയിപ്പിച്ചു. ആധുനിക ചിന്തകളുമായി അവയെ പൊരുത്തപ്പെടുത്തുകയും ചെയ്തു. സാവിത്രി, വിക്രമോർവശി, മദർ, സോംസ്റ്യൂമെർഡില, ഉർവശി, പ്രേമവും മരണവും, പേഴ്സ്യൂസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അദ്ദേഹം സ്ഥാപിച്ച അരവിന്ദാശ്രമം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ആശ്രമം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് പ്രചോദനവും മാർഗദർശനവുമായി ഇപ്പോഴും വർത്തിക്കുന്നു.